ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? അപ്പോൾ നമ്മുടെ മൂകാംബിക ബ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ കുടജാദ്രിയിലൊക്കെ പോയിട്ട് വൈകിട്ട് തിരിച്ച് വന്നു. ഫുഡൊക്കെ കഴിച്ചു. സ്റ്റേ ഇല്ലായിരുന്നു, അങ്ങനെ ഒരു സ്റ്റേ കണ്ടുപിടിച്ചു. അവിടെ കയറി നമ്മൾ ഒന്ന് ഫ്രഷായിട്ട് വീണ്ടും തിരിച്ച് അമ്പലത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൂജ നടക്കുന്ന സമയമായിരുന്നു നമ്മളവിടെ എത്തിയത്. അപ്പോഴാണ് ഞാൻ വൈകിട്ടാണ് ശരിക്കും അവിടുത്തെ തിരക്കെന്താണെന്ന് മനസ്സിലാക്കിയത്. കാരണം രാവിലെ വന്നപ്പോൾ നമ്മൾ അമ്പലത്തിന് ചുറ്റും നിൽക്കുന്ന ആ ഒരു ക്യൂവിൽ മാത്രമേ നിന്നിട്ടുള്ളായിരുന്നു. അവിടെ ഇത്രയും തിരക്കൊന്നും ഞാൻ കണ്ടില്ല. വൈകിട്ട് വന്നപ്പോഴത്തേക്കും അവിടെ ഒരു കുതിര എടുക്കാനുള്ള അതൊന്നും പറയാൻ പറ്റില്ല, ഒരു ലോഡ് ആൾക്കാരുണ്ടായിരുന്നു. നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് കറങ്ങി അമ്പലത്തിൻ്റെ അതിലേക്കൂടെ ചുറ്റി കറങ്ങിയിട്ടൊക്കെ വേണമായിരുന്നു കയറാൻ. അങ്ങനെ അത് നല്ല രീതിയിൽ നമ്മളവിടെ ക്യൂ ഉണ്ടായിരുന്നു. നമ്മൾ ആ ക്യൂവിൽ നിൽക്കുന്ന സമയത്ത് തന്നെ അകത്ത് പൂജയും കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ദേവിയെ തേരിലും അതേപോലെ പല്ലക്കിലും പിന്നെ രഥത്തിലും എല്ലാം കൊണ്ടുപോകുന്നതെല്ലാം നമുക്ക് അവിടെ തന്നെ നിന്ന് കാണാൻ സാധിച്ചു. അത് വലിയൊരു ബ്ലസ്ഡ് മൊമെൻ്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. അങ്ങനെ നമ്മൾ അമ്പലത്തിലെല്ലാം കയറി തൊഴുതതിന് ശേഷം നമ്മൾ രാവിലെ ഫുഡ് കഴിച്ച റെസ്റ്റോറൻറ്റിൽ തന്നെ വന്ന് നമ്മൾ ഓരോ പൊറോട്ടയും പിന്നീട് കറി എന്തായിരുന്നു, കിഴങ്ങ് കറിയും പിന്നെ ചമ്മന്തി കറിയായിരുന്നു. അതും പിന്നെ ഒരു ചായയും വാങ്ങി കുടിച്ചിട്ടുണ്ടായിരുന്നു. ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ നമ്മുടെ അടുത്ത ദിവസം, അതായത് ഇന്നലെ ഞാൻ ഔട്ടർ ഒക്കെ എടുക്കാൻ മറന്നു കേട്ടോ. ഇന്നലെ വൈകിട്ട് തൊട്ട് ഞാൻ കിളിയാണ്. എനിക്ക് എന്തൊക്കെ സംഭവിക്കുന്നത് അറിയാൻ വയ്യ. ഇപ്പോൾ എന്തായാലും നമ്മൾ റൂമിൽ നിൽക്കുക, നമ്മൾ വെക്കേറ്റ് ചെയ്യാൻ പോകും. ഇവിടെ നമ്മളിപ്പോൾ ഇറങ്ങും. ഇവിടെ നിന്ന് നമ്മൾ തിരിച്ച് ബൈന്ദൂർ പോകും. ബൈന്ദൂരിൽ നിന്ന് ഉടുപ്പി പോകും. നമ്മൾ മുരുടേശ്വരം അമ്പലമല്ലേ ശിവൻ്റെ, അവിടേക്ക് പോവാം. അപ്പം ഇതായിരുന്നു ഇന്നലത്തെ നമ്മുടെ സ്റ്റേ. കുഴപ്പം ആ റേറ്റ് വെച്ചിട്ട് എന്തായാലും നമുക്ക് നഷ്ടമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെയറോ അല്ലെങ്കിൽ ഒരു പ്രത്യേകിച്ച് ഒന്നും സംഭവമൊന്നുമില്ല. ഒരു ബെഡുണ്ട്, പില്ലോ തരും, പിന്നെ വാഷ്റൂം ഒരു ആവറേജ് ആയിരുന്നു. നമുക്ക് അധികം സ്പേസും ഒന്നുമില്ല, ഞാൻ അങ്ങോട്ട് കാണിക്കുന്നില്ല. പിന്നെ നമ്മളെല്ലാം പാക്ക് ചെയ്ത് വെച്ചു. ബെഡ്ഷീറ്റ് എടുത്തില്ല, ബെഡ്ഷീറ്റ് നമ്മുടെ ആട്ടോ. ഇവിടുന്ന് ഒരു വേറെ പ്രത്യേകിച്ച് ഒന്നും തന്നില്ല, ഇത് മാത്രമേ ഉള്ളായിരുന്നു. ബെഡ്ഷീറ്റ് മടക്കി വെക്കണം. പിന്നെ രാത്രി 2-3 വട്ടം കറണ്ട് പോയി. ഞാൻ അറിഞ്ഞില്ല, അച്ഛൻ പറയാൻ കിട്ടി. അങ്ങനെ പറയും, എനിക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ഓക്കെ, ഞാൻ അത് കറക്റ്റായിട്ടൊക്കെ പറയാം. നമ്മൾ കുടജാദ്രി പോയില്ലേ, കുടജാദ്രി പോയിട്ട് തിരിച്ച് വരുന്നത് വരെ എല്ലാം ഓക്കെയാണ്. തിരിച്ച് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ വണ്ടിയിൽ കിടന്ന് ഉറങ്ങിപ്പോയി. ജീപ്പിൽ കിടന്ന് ഉറങ്ങിയിട്ട് തിരിച്ചറിഞ്ഞപ്പോൾ നല്ല ക്ഷീണമായിരിക്കും. അങ്ങനെ ഫുഡ് കഴിക്കുന്ന കാര്യമൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ നേരെ അമ്പലത്തിൽ വന്നു. അന്നദാനം അവിടെ ഉണ്ടായിരുന്നു. അവിടെ അത് ഫുഡ് കഴിച്ച് തിരിച്ചിറങ്ങി. അമ്പലത്തിൻ്റെ അവിടെ ബാക്ക് സൈഡിൽ തന്നെ ഒരു ചെറിയ മാർബിളൊക്കെ ഇട്ടൊരു സ്ഥലം ഉണ്ടായിരുന്നു ഇരിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ അവിടെ നിന്ന് കിടന്ന് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. 2-2.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് എണീക്കുന്നത്. അച്ഛനും അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഉറക്കം എണീറ്റ് നമുക്ക് സ്റ്റേ ഇല്ല, രണ്ടിടത്ത് നമ്മൾ പറഞ്ഞു വെച്ചിട്ടാണ്. അങ്ങനെ ആദ്യം രാവിലെ നിന്ന സ്ഥലത്ത് ചെന്നപ്പോഴത്തേക്കും അവർ പറഞ്ഞ് ഇപ്പം റൂംസ് അവൈലബിൾ അല്ല, തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അവിടുന്ന് തിരിച്ചിറങ്ങി പഴയ നമ്മൾ ബാഗ് വെച്ചെടുത്ത് ചെന്നിട്ട് അവിടെയും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവരും പറഞ്ഞു റൂംസ് അവൈലബിൾ അല്ല, തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ അടുത്ത് ഇപ്പം രാവിലെ പറഞ്ഞത് പോയിട്ട് വാ, നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് തരാം എന്ന് വെച്ചാൽ ഇപ്പോൾ വൈകിട്ട് ആളുകൾ പോയി കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം ചെക്കിൻ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് ഉണ്ട്. നമുക്ക് രാവിലെ ഈ സമയം നമ്മളിപ്പോൾ 7 മണി ആയിട്ടില്ല, 6:30 ആകുമ്പോൾ നമ്മൾ ഇറങ്ങും. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ സംസാരിച്ചത്. അപ്പോൾ അവരൊക്കെ പറഞ്ഞത് ഓക്കെ, നമുക്ക് തിരിച്ചു പോകാൻ വന്നിട്ട് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ തിരിച്ച് ചെല്ലുന്ന സമയത്ത് ആ നിന്നവരല്ല അപ്പോൾ അവിടെ നിൽക്കുന്നത്, ഷിഫ്റ്റ് മാറിയതായിരിക്കും. പിന്നീട് വന്ന് അവരൊക്കെ ഒരുമാതിരി കടങ്ങുണായിരുന്നു. ഇപ്പം അത് പറ്റത്തില്ല, പൊക്കോ. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു ഓക്കെ, രാവിലെ നമ്മളടുത്ത് ഇങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ വന്നത്. ഇപ്പം എന്തായാലും റൂംസ് അവൈലബിൾ അല്ല, ഓൺലൈനിൽ നിന്ന് വേണം നോക്കിക്കോ, എന്നിട്ടുണ്ടെങ്കിൽ വന്നോളാൻ പറഞ്ഞു.
അപ്പം ഓൾറെഡി നോക്കുമ്പോൾ എന്തായാലും ഇല്ല. പിന്നെ അവരെ തെറ്റു പറയാൻ പറ്റില്ല, ഫുള്ള് ബുക്കിംഗ് ആണ്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഗ്യാപ്പ് ഉണ്ടെങ്കിൽ തരാമെന്നാണ് മറ്റവർ പറഞ്ഞത്. അപ്പം അതെന്തായാലും നടന്നില്ല. പിന്നെ അവസാനം ഞങ്ങൾ പോയി മറ്റേ അടുത്ത് നിന്ന് ബാഗും എടുത്ത് അതുകൊണ്ട് നടക്കുക, എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ. പിന്നെ അവസാനം നമ്മൾ മറ്റേ രാവിലെ ഒരു സ്റ്റേ എടുത്തില്ലായിരുന്നു, ഇവന്ന് നോക്കിയതായിരുന്നു. അവിടെയൊക്കെ തന്നെയാണ് നമ്മൾ വന്നത്. അപ്പം അവിടെ വന്നപ്പം റേറ്റ് ഈ ഒരു റൂമിന് 1200 രൂപയാണ്. 100 രൂപ ഡെപ്പോസിറ്റ് നമ്മൾ പോകുമ്പോൾ തരും. അപ്പം 1200 രൂപ ആയിരുന്നു. നമ്മൾ കുറയ്ക്കാൻ നോക്കി, നടന്നില്ല. അവസാനം ഇവിടെ തന്നെ കയറി, കാരണം വേറെ ഒന്നും ഇല്ല. ബാക്കിയുള്ളടത്തെല്ലാം 2000 മേളിലോട്ടാണ് ഡിലക്സ് റൂമുകളൊക്കെ ഉള്ളൂ. പിന്നെ ഇവിടെ തന്നെ കയറി ഒന്ന് ഫ്രഷായി. അതൊന്ന് ഫ്രഷായി കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര റിലാക്സേഷൻ കിട്ടും കേട്ടോ. പക്ഷേ എനിക്ക് ഡീഹൈഡ്രേഷൻ നിൽക്കുന്നുണ്ടാണെന്ന് തോന്നുന്നു. എനിക്ക് ഭയങ്കര ദാഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടിയാലും കുടിക്കാൻ തോന്നും. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ സോഡ നാരങ്ങ കുടിച്ചായിരുന്നു. പിന്നെ ഞങ്ങൾ വീണ്ടും വൈകിട്ട് അമ്പലത്തിൽ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഒടുക്കത്തേക്ക് 7 മണിക്ക് ഞങ്ങളവിടെ ചെന്നതാണ്. തിരിച്ചിറങ്ങുന്നത് 9:30. ഒന്ന് ആലോചിച്ച് നോക്കണം. ഒരുപാട് പൂജകളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി ഫുഡ് കഴിക്കാൻ വേണ്ടി പോയത് പൊറോട്ട കഴിച്ചു രാത്രി. അവിടുന്ന് വെള്ളമൊക്കെ വാങ്ങി തിരിച്ച് ചായ കുടിക്കാൻ വേണ്ടി പോയി. ചായ കുടിച്ചു. എന്നിട്ട് എനിക്ക് ദാഹം മാറുന്നില്ല. പിന്നെ ഞാനൊരു മിറണ്ട വാങ്ങിച്ചു. തിരിച്ച് റൂമിലെടുത്ത് നിന്നപ്പോൾ താഴെ കരിക്ക് കിട്ടും. അവിടെ പോയി ഞാൻ കരിക്ക് ഒരെണ്ണം കുടിച്ചിട്ട് എനിക്ക് പറ്റുന്നില്ല. വീണ്ടും ഒരെണ്ണം ഞാൻ പാർസൽ വാങ്ങിച്ചു. അങ്ങനെ മൊത്തത്തിൽ ഭയങ്കരമായിട്ട് ദാഹമൊക്കെ ആയിരുന്നു. ഇപ്പം എനിക്ക് നല്ല ഓക്കെ ആയി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കിടന്ന് ഉറങ്ങി. കൊതുക് ഉണ്ടായിരുന്നു കേട്ടോ, അത് മാത്രമല്ല എൻ്റെ പ്രശ്നം. വേറെ സീനൊന്നും ഇല്ലായിരുന്നു. എന്തായാലും അച്ഛൻ താഴെ നിന്ന് വിളിച്ച് ഇറങ്ങാൻ. അപ്പോൾ നമുക്ക് പോവാം. അയ്യോ ബെഡ്ഷീറ്റ് എടുത്തില്ല, വെയിറ്റ് അങ്ങോട്ട് വലിക്കത്തില്ല. വെള്ളം കോരി എവിടെ റോഡിൽ അപ്പുറത്ത് പോയി കുടിക്കൊണ്ട് വരും. കുറേ ബക്കറ്റൊക്കെ ആയിട്ട് പോകുന്നുണ്ടായിരുന്നു. അവിടെ പിടിച്ചാൽ കൊണ്ട് കയറി. അപ്പോൾ നമുക്കിനി ഇവിടുന്ന് ബസ് കയറണം. ബസ് സ്റ്റാൻഡ് അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ ഇവിടെ ആയിരുന്നു. അപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്തത് ആ സൈഡിലായിരുന്നു. എന്നിട്ടിനി അവിടെ പോയി അപ്പം എന്താ പറഞ്ഞോണ്ടിരുന്നത്? ബസ് കയറണം. ബസ് കയറി ബൈന്ദൂര് പോകണം. അപ്പോൾ നമ്മൾ ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുമായിരുന്നു. ഞാൻ കരുതിയതുപോലെ അടുത്തല്ല ബസ് സ്റ്റോപ്പ്, കുറച്ചധികം നടക്കാനുണ്ടായിരുന്നു. ഇവിടെ ഈ കിടക്കുന്ന വണ്ടികളെല്ലാം നേരെ മംഗലാപുരം, മാംഗ്ലൂർ, ഉടുപ്പി, കുന്താപുര പോകുന്ന വണ്ടികളാണ്. അപ്പോൾ നമുക്ക് മുരുടേശ്വരമാണ് പോകുന്നത്. അപ്പോൾ മുരുടേശ്വരത്തേക്ക് ഡയറക്റ്റ് ബസ് ഇല്ല. നമ്മൾ ബൈന്ദൂർ ചെന്നിട്ട് വേണം പോകാൻ എന്നാണ് പറഞ്ഞത്. അപ്പം ബൈന്ദൂർക്ക് ഇപ്പോഴേ ബസ് ഇല്ല, 7:30 എന്തോ ആവും എന്നാണ് അവിടെ നിന്ന് ചേട്ടൻ പറഞ്ഞത്. ഞാൻ അകത്ത് പോയി ചോദിക്കാമെന്ന് ചോദിച്ചപ്പോൾ അകത്ത് പ്രത്യേകിച്ച് ആരും ഇല്ല. അവിടെയും കുറച്ച് ആളുകൾ പോകാൻ വേണ്ടിയിട്ടൊക്കെ ഇരിക്കുക. എനിക്കത് ബൈന്ദൂർ പോകാൻ വേണ്ടിയിട്ടായിരിക്കും. ഇവിടെ നമുക്ക് സമയമുണ്ട്, 7:30 ഒരു ചായ വേണം കുടിച്ചിട്ട് വരാം. അപ്പോൾ നമ്മൾ ചായ എല്ലാം കുടിച്ചതിന് ശേഷം തിരിച്ച് വന്ന് അവിടെ തന്നെ ഇരുന്ന് കുറച്ചു നേരം വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ബസ്സിന് വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരു ബസ് വന്നു. അപ്പോൾ അത് ചോദിക്കാൻ വേണ്ടി പോയതാണ്. അതുമല്ല, നമുക്ക് 7:30, ഇപ്പോൾ 7:20. ഇപ്പോൾ 7:30 ആകുമ്പോഴേ നിർത്തുള്ളൂ. ഇവിടെ കടയൊക്കെ ഷോപ്പൊക്കെ ഓപ്പണായി തുടങ്ങി. ഇല്ല, അപ്പോൾ നമ്മളെ ബസ് വന്നേ ബൈന്ദൂർക്ക് പോകാൻ. ഇവിടെ കിടന്നതെല്ലാം കുറച്ച് അത്യാവശ്യം അടിപൊളി ബസ്സുകളായിരുന്നു. ഇത് ലോക്കൽ ബസ്സാന്ന് തോന്നുന്നു. ഒരു 6 മണിയാകുമ്പോൾ നിർത്തും. 6:15 ലാസ്റ്റ്. പിന്നെ ആർക്കെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ആട്ടോ വിളിക്കും, ടാക്സി. അത്ര ദൂരം ഉണ്ടേ. 30 കിലോമീറ്റർ ഉണ്ട്. ബസ് അവിടെ നിന്ന് സ്റ്റാൻഡിൽ നിന്ന് എടുത്ത് അവർ നേരെ കൊണ്ടുവന്ന് ഇവിടെ വേറൊരു സ്ഥലത്ത് പിടിച്ചിട്ട് അവർ ഫുഡ് കഴിക്കാൻ എന്താ പോയി, കണ്ടക്ടറും ഡ്രൈവറും കൂടെ. വേണമെങ്കിൽ ബാക്കിയുള്ളവർക്ക് കഴിക്കുന്നവർക്ക് വേണമെങ്കിൽ അവിടെ പോയി കഴിക്കുകയൊക്കെ ചെയ്യായിരുന്നു. നമ്മൾ നേരത്തെ ചായ കുടിച്ചത് കൊണ്ട് നമ്മൾ ഇറങ്ങുന്നില്ല.
മാത്രമല്ല നമ്മളിനിയിപ്പോൾ ഇവിടുന്ന് പോകുന്നത് നമ്മൾ ഇങ്ങോട്ട് വന്ന വഴിയാണ്. അതായത് രാത്രി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ വന്ന ഭാഗങ്ങളൊന്നും തന്നെ കണ്ടിട്ടില്ലായിരുന്നു. ഫുള്ള് ഇരുട്ടായിരുന്നു, കൂറ്റാക്കൊല്ലം ഇരുട്ടായിരുന്നു. ഒറ്റ ലൈറ്റോ സ്ട്രീറ്റ് ലൈറ്റ്സോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. പക്ഷേ പകലിങ്ങനെ കാണുന്ന സമയത്ത് ഇതെല്ലാം നമ്മളേതോ ഒരു ടൈം ട്രാവൽ ചെയ്ത് ബാക്കോട്ട് പോയൊരവസ്ഥയാണ്. കാരണം പഴയ കുറേ കെട്ടിടങ്ങളും അവിടുത്തെ പഞ്ചായത്ത്, പിന്നെ സ്കൂള്, അതെല്ലാം കാണണം. പഴയ തരത്തിലുള്ള ടൈപ്പ് കെട്ടിടങ്ങളൊക്കെ ആയിരുന്നു. സൈഡിൽ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയതിന് ശേഷം ഇപ്പം റെയിൽവേ സ്റ്റേഷനിൽ പോവാം. നമ്മുടെ ആദ്യത്തെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബസ്സിൽ പോകാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ ഇപ്പം ട്രെയിൻ ഉണ്ടെന്ന് അറിഞ്ഞു. അപ്പോൾ പിന്നെ എന്നാൽ പിന്നെ ട്രെയിനിൽ പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ കിട്ടുമെന്ന് അറിയത്തില്ല. 9:11 ലീവ് ചെയ്യും എന്നാണ് മറ്റേ വേറെ ട്രെയിനിൽ കാണിച്ചേക്കുന്നത്. അതിന് മുന്നേ നമുക്ക് അങ്ങ് ചെല്ലാൻ നോക്കാം. ഇവിടുന്ന് അടുത്ത കണ്ടാണ്. ഇവരെന്ത് പറഞ്ഞിരുന്നു? വേണ്ട കായ അങ്ങനെ നിൽപ്പുണ്ട് അതിനകത്ത്, ചെറിയ ചെറിയ എന്ത് പറയാ. ഈ 300 മീറ്റർ കൂടെ ഉള്ളത് മറ്റേ അവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു സ്റ്റേഷനിലോട്ട്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ കൺഫ്യൂസ്ഡ് ആയിരുന്നു. നമ്മൾക്ക് ഇറങ്ങണോ അതോ ബസ്സിൽ പോകണോ, അങ്ങനെ മൊത്തത്തിൽ കൺഫ്യൂസ്ഡ് ആയിരുന്നു. ട്രെയിൻ കിട്ടുമോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അവസാനം നമ്മൾ ഓക്കെ വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ് ബസ് സ്റ്റോപ്പിൽ നിന്ന് നടന്ന് സ്റ്റേഷനിലോട്ട് പോണത്. കിട്ടുമോ ഇല്ലെന്നൊന്നും അറിയില്ലായിരുന്നു ചെല്ലുന്നത് വരെ. ഈ സ്റ്റേഷൻ നമ്മൾ ഇന്നലെ വന്നിറങ്ങിയത് ബൈന്ദൂർ സ്റ്റേഷൻ. ആള് കുറവാ. ട്രെയിൻ വെറുതെ ആയിരിക്കും, ഓടിയിരുന്ന ട്രെയിനായിരിക്കും. ഓക്കെ, ഇപ്പം ടിക്കറ്റ് കിട്ടി. ലേറ്റ് ചെയ്യാം. 9:11 ട്രെയിൻ വരുന്നത്. അപ്പം നമുക്ക് ലീവിങ് എന്ന് പറഞ്ഞാൽ കാണിച്ചത് അല്ലേ? ലീവിങ് ടൈം ടൈം എപ്പോ? മുരുടേശ്വർ வந்து 9:15. ഓക്കെ, താങ്ക് യു. അപ്പോൾ 9:15 ട്രെയിൻ. 9:15 നോക്കണ്ടേ, വീണ്ടും ഒരു കോഫി വാങ്ങിക്കാൻ വേണ്ടി വന്നതാ. രാവിലെ ഒന്നും കഴിച്ചില്ലല്ലോ, ചായ ഒരു വടയല്ലേ കഴിച്ചുള്ളൂ. അതുകൊണ്ട് ഇവിടെ വന്നതിന് ശേഷം ഒരു കോഫിയും കൂടെ വാങ്ങി കുടിച്ച് ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തിരുന്നു. എനിക്ക് പിന്നെ എപ്പോൾ ചായ കോഫി എന്ത് കിട്ടിയാലും ഞാൻ കുടിക്കും. അത്രയ്ക്ക് ഞാൻ കുറച്ച് ചായ അഡിക്റ്റ് കേട്ടോ. ഇത് വരാൻ വേണ്ടിയിട്ടായിരിക്കും മറ്റേത് വിളിച്ചിട്ട്. എറണാകുളം ഓഖ എക്സ്പ്രസ് വന്നിട്ടുണ്ട്. ഇതിന്റെ പുറകെ നീ മറ്റേത് വരും, അത് പാസഞ്ചറാണ്. അതിനകത്ത് കയറി പോകാൻ നമുക്ക്. എന്നാൽ ഈ പട്ടികൾ വട്ടമില്ല, അത് ഒരുത്തലുണ്ട്. അവനുമായിട്ട് പട്ടികൾ കിടന്നു അതോ ഭയങ്കര മടി കണ്ട. അത് ഇവിടുത്തെ പെറിയോട്ടേക്കിൽ ഏറ്റവും വലിയ പുസ്തകമാണ്. ആ ട്രാക്കിൽ ഇത്രയും സ്ഥലം കിടക്കും. മറ്റേ സ്റ്റേഷൻ്റെ അടുക്കലായിട്ടുണ്ട് ട്രെയിൻ. ഇവിടെ നടന്നങ്ങ് നിൽക്കണം. ഞങ്ങൾ അവസാനം മഴയത്ത് ഓടി അവിടെ കൊണ്ടെടുക്കുന്നു കോച്ച്. അല്ല, അങ്ങ് നമ്മൾ ഇറങ്ങിയ അങ്ങല്ലേ, എന്നിട്ട് അവിടെ തിരിച്ചു കിടന്നു. അല്ല, ഇത് അല്ല തിരിച്ചു പോകുന്ന വഴി ഇങ്ങോട്ടല്ലേ തിരിച്ചു പോകും. വണ്ടി അവിടെ ഞങ്ങളുടെ കോച്ച് അവിടെ അങ്ങ് പോകണല്ലേ, എ സിയിലാണ്. അതിൽ കോച്ച് അവിടെ കിടന്നു. B2 ഈ സ്റ്റേഷൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റേഷൻ ഇവിടെ ആണെങ്കിലും വണ്ടി നിർത്തുന്നതൊക്കെ അങ്ങ് അറ്റത്താണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇപ്പോൾ 19 കണ്ടോ, അതിനൊക്കെ ഇനി 1, 2 ഒക്കെ അങ്ങ് അറ്റത്താണ്. അപ്പോൾ നമുക്ക് പോലെ ട്രെയിൻ വരുന്നത് എവിടെ നിർത്തുന്നതെന്നൊരു ഐഡിയ ഇല്ല. ചിലപ്പോൾ അങ്ങ് തന്നെ ആയിരിക്കും. അതുകൊണ്ട് പോയി നോക്കാം, എവിടെ നിർത്തുന്നതെന്ന് അറിയത്തില്ല. അങ്ങ് തന്നെ തോന്നി, കുറച്ച് കോച്ചേ ഉള്ളൂ. അതുകൊണ്ട് മുമ്പോട്ട് പോവാം. ഇതിനൊന്നും ആരുമില്ല. ഈ രാവിലെ ഡെയിലി പോകുന്ന ആൾക്കാരൊക്കെ മാത്രമേ നടത്തുള്ളൂ. നമുക്ക് ഇത്രയും നല്ല രീതിയിൽ ട്രാവൽ ചെയ്യാൻ പറ്റുമെന്ന് ഒരിക്കലും കരുതിയില്ല. കാരണം ഒട്ടും തിരക്കില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് സീറ്റ് കിട്ടി, കിടന്നു പോകാനുള്ള സീറ്റും ഉണ്ടായിരുന്നു. ക്ലോക്ക് റൂം ഉണ്ടെന്നല്ലേ?
ക്ലോക്ക് റൂം ഉണ്ടോ? ഓ അവിടെ അമ്പലത്തില. നമ്മൾ ഇവിടെ മുരുടേശ്വർ സ്റ്റേഷനിലെത്തി. കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഒരു മഹാദേവന്റെ സ്റ്റാച്ചു ഒക്കെ വെച്ചിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഏകദേശം ഒരു 2-2.5 കിലോമീറ്റർ എന്തോ ഉണ്ട്. ഓട്ടോയിൽ പോകണോ അതോ നടന്ന് പോകണോ എന്ന് ആലോചിക്കാം. നല്ല വെയിൽ. ഈ ബിൽഡിങ്ങൊക്കെ ഇഷ്ടംപോലെ എത്രയോ കൊല്ലത്തെ പഴക്കമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. കണ്ടിട്ടൊരു പഴയ കൊട്ടാരം വൈബൊക്കെ ഉണ്ട്. റെയിൽവേ സ്റ്റേഷനാണ്, കണ്ടാൽ പറയൂ. നല്ല രസമുണ്ട്, ഒരു പഴമ. ട്രെയിൻ വെച്ചതാ ഈ 2 മാമന്മാരെ കിട്ടി. അപ്പോൾ അവരും കൂടെ ചേർന്നിട്ട് 4 പേർ കൂടെ ഒരു ഓട്ടോയിൽ പോകാനാണ്. അപ്പോൾ ശരിയടേ, നമുക്കിന്ന് ഈ ബാക്കി മുരുടേശ്വരം വെച്ച് കാണാം. അവിടുത്തെ വിശേഷങ്ങളുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാവേ. ബൈ.